ഇതാരുടെ കിതാബ? ഇബ്നു അബ്ദുൽ വഹാബിന്റെ നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബിന് ഖാലിദ് ഇബ്നു അലിൽ മർദിയിൽ ഗാമിദി എന്ന് പറയുന്ന ആൾ ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. ശറഹ് നവാഖിദുൽ ഇസ്ലാം. ഇതിൽ സാധാരണ ജനങ്ങളൊന്നുമല്ല കാഫിറാക്കിയത്. ഇത് വായിച്ചാൽ ഈമാനുള്ളവൻ കരഞ്ഞു പോകും. ഈ കിതാബില് ഓരോരോ നൂറ്റാണ്ടിലെ മുശ്രിക്കുകളായ കാഫിരീങ്ങളായ ഇമാമിയങ്ങൾ, സാധാരണ നമ്മുടെ നാട്ടില് ആ ഉസ്ത മുശ്രിക്കാണ്, ഈ ഉസ്ത മുശ്രിക്കാണ്, അവർ അൽമനാറിലൊക്കെ എഴുതിയിട്ടുണ്ട്. ശംസുൽ ഉലമ EK ഉസ്താദ്, സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഒക്കെ മുശ്രിക്കാണ് എഴുതിയിട്ടുണ്ട്. അവർ പലപ്പോഴും പറയുന്നതാണ്. ഇതിലതല്ല എഴുതിയത്. ഞാൻ സാമ്പിളിനൊന്ന് വായിക്കാം. ومن أقدم أئمة الصوفية القبورية, സൂഫിയായ ഖബർ ആരാധിക്കുന്ന ആളുകളിൽ പെട്ടതാണ് ആര്? മക്കി ഇബ്നു ത്വാലിബ് അൽ ഖുശൈരി, ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു, അൽ ഗസ്സാലി. ആരാ ഗസ്സാലി? ഇവിടുത്തെ ചെരുപ്പിന്റെ ചേറാകാൻ മാത്രം ഞാൻ വളർന്നിട്ടുണ്ടോ? ഇമാം ഗസ്സാലി എന്നിട്ട് പറയണം, മിൻ അയിമ്മത്തിൽ ഖുബൂരിയത്തിൽ മുശ്രിക്കത്തി ഫിൽ ഖർനി സാമിൻ, 8ാം നൂറ്റാണ്ടിലെ മുശ്രിക്കുകളായ ഖുബൂരികളായ ഇമാമുമാർ ഇബ്നു ഹാജർ റഹിമഹുല്ലാഹ്, തഖിയുദ്ദീൻ സുബ്കി, അതുപോലെ തന്നെ ഇമാം യാഫിറി, ഇബ്നു ബത്തൂത, ഇമാം തഖ്താസാനി, ഇമാം ബക്കരി. ഓഫിൽ ഖർനി താസി, 8ാം നൂറ്റാണ്ടിലെ 9ാം നൂറ്റാണ്ടിലെ മുശ്രിക്കീങ്ങളായ ഇമാമിയങ്ങൾ ഇമാം ജുർജാനി, ഇമാം ഹുസൈനി, ഇമാം മുഖരി, അബുൽ അബ്ബാസ് സർജി, ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫ് മുഹമ്മദ് സുലൈമാനുൽ ജസൂലി. തീർന്നില്ലട്ട. ഓരോരോ നൂറ്റാണ്ടിലെ കാഫിരീങ്ങളായ ഇമാമിമാരാണെന്ന് ഞങ്ങളെ ഇന്നലകളിൽ ഇസ്ലാം എത്തിച്ചു തന്ന ഒരു കറാഹത്ത് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത പ്രഗത്ഭരായ തസവൂഫിന്റെ ഇമാമിനെ കുറിച്ച് പച്ചയായി എഴുതി വെച്ചത്. ഇവർക്ക് ശിർക്കിനുള്ള കഥയുണ്ടോ സുഹൃത്തുക്കളെ? ഇരിക്കട്ടെ.